ഒരു ഷുവർ ക്വസ്റ്റ്യൻ പഠിച്ചാലോ? ഏജ് പ്രോബ്ലം ആണ്, ചാപ്റ്റർ 1-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 years ago എ മാൻസ് ഏജ് ഈസ് 3 times ഹിസ് സൺസ് ഏജ്. ഓക്കെ, റിലേഷൻസ് പറയുന്നുണ്ട് ഏജിന്റെ. ആഫ്റ്റർ 8 years മാൻസ് ഏജ് വിൽ ബി ട്വൈസ് സൺസ് ഏജ്. അപ്പൊ ഇങ്ങനെയാണ് കണ്ടീഷൻ ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഇഫ് മാൻസ് പ്രസന്റ് ഏജ് ഈസ് എക്സ് ആൻഡ് സൺസ് പ്രസന്റ് ഏജ് ഈസ് വൈ, വാട്ട് വിൽ ബി ദ ഏജസ് ബിഫോർ 4 years ആൻഡ് ആഫ്റ്റർ 8 years? ഇപ്പം അയാളുടെ പ്രായം എക്സ് ആണെങ്കിൽ 4 വർഷങ്ങൾക്ക് മുൻപ് എക്സ് മൈനസ് 4 ആയിരിക്കും. ഇപ്പം മകന്റെ പ്രായം വൈ ആണ്, അപ്പൊ 4 വർഷങ്ങൾക്ക് മുൻപ് വൈ മൈനസ് 4. ഓക്കെ, അതേപോലെ 8 വർഷം ശേഷമുള്ള കഥ എങ്ങനെയാ? ഇപ്പൊ എക്സ് ആണെങ്കിൽ ആഫ്റ്റർ 8 years എക്സ് പ്ലസ് 8. ഇപ്പം വൈ ആയതുകൊണ്ട് ആഫ്റ്റർ 8 years വൈ പ്ലസ് 8. ഇങ്ങനെ സ്റ്റാർട്ടിങ് വരും. ഇനി നമുക്ക് അവർ തന്ന കണക്ഷൻ 4 വർഷത്തിന് മുൻപ് ഒരാളുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. നമുക്കതൊരു ഇക്വേഷൻ ആക്കി നോക്കാം. 4 വർഷം മുൻപുള്ള പ്രായം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 4. അത് മകന്റെ 4 വർഷം മുൻപുള്ള പ്രായം വൈ മൈനസ് 4 ഇല്ലേ, അതിന്റെ 3 ടൈംസ് ആണ്, ഇൻറ്റു 3. ബ്രാക്കറ്റ് മാറ്റി അറേഞ്ച് ചെയ്താൽ എക്സ് മൈനസ് 4 ഈസ് ഈക്വൽ 3y മൈനസ് 12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് 3y ഇങ്ങോട്ട് വന്നാൽ മൈനസ് 3y. ഈ മൈനസ് 4 അങ്ങോട്ട് പോയാൽ മൈനസ് 12ഉം പ്ലസ് 4ഉം കൂടെ വരും. മൈനസ് 12 പ്ലസ് 4. സോ ഇത് എക്സ് മൈനസ് 3y ഈസ് ഈക്വൽ മൈനസ് 8 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേപോലെ രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് 8 വർഷത്തിന് ശേഷം അയാളുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. അപ്പൊ ആഫ്റ്റർ 8 years, ഇതാ നോക്കിക്കേ, 8 വർഷത്തിന് ശേഷമുള്ള പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. അതും നമ്മൾ ഇതേപോലെ ബ്രാക്കറ്റ് മാറ്റി ഒരു സെക്കൻഡ് ഇക്വേഷൻ ആക്കി മാറ്റുന്നു. ഈ 2 ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്താൽ നമുക്ക് എക്സും വൈ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? 2 ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മൈനസ് 8 മൈനസ് 8 ഇവിടെ മൈനസ് 16 വരും. എക്സ് എന്ന് എക്സ് 0 ആയിരിക്കും. മൈനസ് 3y മൈനസ് മൈനസ് 2y. അപ്പൊ അത് മൈനസ് 3y, 2 മൈനസ് പ്ലസ് ആവുകയെ മൈനസ് 3y പ്ലസ് 2y ആവും. സോ അത് സോൾവ് ചെയ്താൽ മൈനസ് വൈ ഇസ് ഈക്വൽ മൈനസ് 16 എന്ന് കിട്ടും. 2 മൈനസും വെട്ടിപ്പോയാൽ വൈ ഈക്വൽ 60 എന്ന് കിട്ടും. ഇത്രയായിരിക്കും നമുക്ക് എന്ത് വരിക? മകന്റെ പ്രായം ഇപ്പം വൈ ഈക്വൽ 16 ആണ്. ഇനി ഈ ഇക്വേഷൻ നമ്മളെ കയ്യിൽ 2-3 ഇക്വേഷൻസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്ത് കൊടുത്താൽ നിങ്ങൾക്ക് അച്ഛൻ്റെ പ്രായം അല്ലെങ്കിൽ അയാളുടെ പ്രായം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.